പലതരത്തിലുള്ള അലർജികൾ അനുഭവിക്കുന്നവരുണ്ട്. ശ്വാസകോശ സംബന്ധമായ അലർജികൾ, തുമ്മല്, ചീറ്റല്, മൂക്കുന്ന് വെള്ളമായിട്ട് വരിക, വരണ്ട ചുമ, ശ്വാസം മുട്ടല്, ഒരു ചെറിയ പൊടി തട്ടുമ്പോഴേക്ക് തുമ്മൽ നിർത്താത്തൊരവസ്ഥ, പെട്ടെന്ന് തുമ്മൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് എന്നും രാവിലെ തുമ്മലുള്ളവർ, തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ വരിക, ഒരു ഇറിറ്റേഷൻ പോലെ, ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശ്വാസകോശ സംബന്ധമായ അലർജിയാണ്. ഇത് മാത്രമല്ല അലർജി, അതുപോലെ തന്നെ ശരീരത്തിൽ വെറുതെ ചൊറിച്ചിൽ വരും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ വരുന്നവരുണ്ട്, ചെറിയ രീതിയിൽ പൊന്തി വരുന്നവരുണ്ട്, വെറുതെ ഒരു റെഡ് കളർ, ചുവന്ന കളറിൽ മാത്രം തടിപ്പ് വരുന്നവരുണ്ട്, കുരുക്കൾ വന്ന് പൊട്ടുക, ഇതൊരു സ്കിൻ അലർജിയാണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടാവുക. ഇതുപോലെ തന്നെ വയറ് സംബന്ധമായ അലർജികൾ ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലും ഭക്ഷണം പറ്റാത്തത് ചെന്ന് കഴിഞ്ഞാൽ ഒരു മനം പുരട്ടൽ പോലെ, അല്ലെങ്കിൽ ഓക്കാനും ഛർദി, അല്ലെങ്കിൽ വയറിളക്കം, അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ ഒരു ഡിസ്കംഫേർട്ട്. അപ്പോൾ ഇത്രയും പലതരത്തിലുള്ള അലർജികളുണ്ട്. പക്ഷെ ചിലരെന്താ വിചാരിക്കുന്നത്, ഒരു ശ്വാസകോശ സംബന്ധമായ അലർജി മാത്രമാണ് അലർജി എന്ന് വിചാരിക്കലുണ്ട്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്താണ് ഇതിന് കാരണം? എല്ലാവരും കേട്ടൊരു ടെസ്റ്റാണ് IgE. ഇത് കൂടിയ എന്ത് സംഭവിക്കും? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ് IgE എന്ന് പറയുന്നത്. പലരും റിപ്പോർട്ടുകൾ കൊണ്ടുവരാറുണ്ട്, ഡോക്ടർ ഇത് ഭയങ്കരമായിട്ടുള്ള കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ OP തന്നെ പല പേഷ്യൻസിനും ഞാൻ കണ്ടിട്ടുണ്ട് 2500, 3000, അതുപോലെ തന്നെ 150, 150 താഴെ പല രീതിയിൽ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. എന്നാൽ ചിലർ വിചാരിക്കുന്നത് ഇത് കൂടുന്ന സമയത്ത് എന്തോ മാരകമായ അസുഖം നമുക്ക് പിടിപെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഈ IgE കൂടി എന്ത് സംഭവിക്കും, എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് എന്നുള്ളതാണ്. ഈ IgE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ E ആണ്. ഇപ്പോഴാണ് കൂടുതലായിട്ട് ഈ ടെസ്റ്റ് ചെയ്യൽ തുടങ്ങിയത്. കാരണം എത്രത്തോളം നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു അലർജൻ വന്നു കഴിഞ്ഞാൽ ബോഡി എത്ര ഓവർ റിയാക്ഷൻ നടത്തുന്നുണ്ട്, അതാണ് IgE എന്ന് പറയുന്ന കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് നമ്മൾ പലരും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈസ്നോഫിലിന്റെ കൗണ്ട് പലരും റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുണ്ട്. വെളുത്ത രക്താണുവിൽ ഈസ്നോഫിൽ കൗണ്ട് എത്ര ഉണ്ട് എന്നുള്ളത്, അതിനെയാണ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈസ്നോഫീലിയ എന്നുള്ളത്. അതിന് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് തന്നെ ഇന്നൊരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് എത്ര ആൻറ്റിബോഡി ഉണ്ട് അല്ലെങ്കിൽ എത്ര റിയാക്ഷൻ വരുന്നുണ്ട് എന്ന് അറിയുന്നതിനാണ് നമ്മൾ IgE ടെസ്റ്റ് ചെയ്യുക. IgE നോർമലി എന്ന് പറയുന്നത് ഒരു 150 താഴെയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ രക്തത്തിലെ അലർജി. മീൻസ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകളിലും ഇത് കുറവാണെങ്കിലും പെട്ടെന്ന് റിയാക്ഷൻ കാണാറുണ്ട്. അതെന്താ വെച്ചാൽ ശരീരത്തിൻ്റെ പ്രതികരിക്കാനുള്ള ഒരു പവർ കൂടുതലായതുകൊണ്ട് മാത്രമാണ്. എന്നാൽ കൂടുതൽ ആളുകളിലും ഇതൊരു 1000 അല്ലെങ്കിൽ 1500, മോർ ദാൻ 2500 ഈ ഒരു രീതിയിൽ വരെ റിസൾട്ടുകൾ വരാറുണ്ട്. കാരണം കൗണ്ട് അത്രയും കൂടുതലാണ്. പെട്ടെന്ന് എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞാൽ ശരീരം പ്രതികരിക്കുകയാണ്. എന്താണ് ശരിക്കും ഒരു അലർജൻ അല്ലെങ്കിൽ പൊടിപടലം? അതെന്തോ ആവാം. ശരീരത്തിലേക്ക് ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ, ശരീരത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഓപ്പോസിറ്റുള്ള സാധനമാണ്, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം അതിനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പോവാൻ വേണ്ടിയിട്ടുള്ളത്. ആ സമയത്ത് ശരീരത്തിലൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാവും, ഒരു നീർക്കെട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി ശരീരത്തിൽ WBC അല്ലെങ്കിൽ സൈറ്റോകൈൻ എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ട്. ഇത് കൂടുകയും അത് കാരണം അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. ഈ സമയത്താണ് ഇതിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് വരിക. എന്നാൽ പല ആളുകളിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഈ കൗണ്ട് നമ്മൾ നോക്കാറില്ല. പലരും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുകയാണ് ചെയ്യുന്നത്. അതേപോലെ ചിലർക്ക് കൗണ്ട് വളരെ കൂടുതലാണെങ്കിൽ പോലും ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. ഏതെങ്കിലും മൊത്തത്തിൽ ചിലപ്പോൾ ബോഡി ചെക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ IgE കൂടുതലായിട്ട് കാണുന്നു, അപ്പോൾ അവർ വരും. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ IgE കൂടുതലാണ്, ലക്ഷണങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും തരത്തിൽ ചുമയോ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും തരത്തിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് IgE കൂടുതലുള്ളൊരു സ്റ്റേജ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് വിചാരിക്കും, ഇല്ല അത് മെഡിസിൻ കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മഴ കൊള്ളുന്ന അങ്ങനത്തെ എന്തെങ്കിലും തരത്തിൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ പുറത്തുനിന്നുള്ള കാരണങ്ങളാണെന്ന് വിചാരിച്ച് നമ്മളത് മുന്നോട്ട് പോകും. പക്ഷേ ഇങ്ങനെ വരണ്ട ചുമ, കുത്തിയുള്ള ചുമയൊക്കെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് IgE കൂടുതലായിരിക്കാം. അപ്പോൾ ആ സമയത്ത് അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ
എപ്പോഴും അലർജി മാത്രം, ഇപ്പോൾ തുമ്മൽ മാത്രം ആയിക്കൊള്ളണം ഈ IgE കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വരിക എന്ന് ചിന്തിക്കരുത്. നമുക്ക് വന്ന അസുഖങ്ങൾ പോകുന്നതിൻ്റെ ടൈം കൂടുതലാവുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ IgE കൂടുതലാണെന്നുള്ളത് ചിന്തിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ അലർജി കൂടാൻ കാരണം? അത് ഓരോ ആളുകളിലും ഓരോന്ന് വ്യത്യാസമായിരിക്കാം. മെയിനായിട്ട് പറയുന്നത് പാരമ്പര്യമായിട്ട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബോഡിയിൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ രക്തത്തിലെ അലർജി IgE കൂടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ പൂമ്പൊടി, ഈ പൂവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊടിയുമായിട്ട് ആൾക്ക് കൂടുതലായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ എപ്പോഴും ശരീരം ഓപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മരത്തിൻ്റെ ഇറച്ച മില്ല് അല്ലെങ്കിൽ അതിൽ പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ ആ പൊടി കൂടുതലായിട്ട് അടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതേപോലെ സിമൻറ്റ്, അതേപോലെ കെമിക്കൽസ്, ഈ പെയിൻറ്റിങ്, ഇത്തരം കെമിക്കലിൻ്റെ സ്മെല്ലാണെങ്കിലും പൊടിയാണെങ്കിലും തട്ടുന്നവർക്ക് നമ്മുടെ ശരീരം അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാകുന്ന സമയത്തും രക്തത്തിലെ അലർജി കൂടുതലായിരിക്കും. അതുപോലെ വളർത്തു മൃഗങ്ങൾ, നായ, പൂച്ച ഇവ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലർ കണ്ടിട്ടുണ്ടാവും മാറ്റിൽ, അതേപോലെ സോഫ, ബെഡ്, ഇതിലൊക്കെ ഇവയെ കൊണ്ടിരുത്തുകയും മീൻസ് ഭയങ്കരമായിട്ട് ലാളിക്കുകയും ചെയ്യുന്നത്. ഇതൊരു തെറ്റാണെന്നല്ല പറയുന്നത്. ഈ സമയത്ത് ഇവരുടെ ചെറിയ ചെറിയ രോമങ്ങൾ ഇതിൽ വീഴുന്നുണ്ട്. അവിടെ പിന്നെ നമ്മൾ കിടക്കുക അല്ലെങ്കിൽ ഇവരുമായിട്ട് നമ്മൾ കൂടുതൽ അറ്റാച്ച് ആവുന്ന സമയത്ത് ഈ പൊടികൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതും നമ്മളെ ശരീരത്തിന് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം IgE കൂടുതലായിട്ട് കാണാറുണ്ട്, ഇറിറ്റേഷൻസ് വരാറുണ്ട്. പിന്നെ ഈർപ്പത്തിൽ ഉണ്ടാവുന്ന ചില ഫംഗസുകളുണ്ട്. പലരും ഈ പഴയ വീടുകളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചാരുപടികൾ ഉണ്ടാവും. അവിടെ ഇരിക്കുന്നവർ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൈകളിൽ ചൊറിച്ചിൽ വരുന്നത്. വെറുതെ ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ കുരുക്കൾ പോലെ വരാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൽ ഫംഗസ് വരികയും അത് കാരണം ഇപ്പോൾ കൈ അവിടെ വെക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ വരികയും ചെയ്യും. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവിടെ ഇരുന്നത് കൊണ്ടാണ് ചൊറിച്ചിൽ വന്നു എന്ന് ചിന്തിക്കില്ല. പിന്നീട് കൂടുതലായിട്ട് ഇതെപ്പോൾ വന്നു നമ്മൾ ഡോക്ടേഴ്സ് ചോദിക്കുന്ന സമയത്താണ് അവർ കറക്റ്റ് നോട്ട് ചെയ്തിട്ട് പറയുക. അപ്പോൾ ഇങ്ങനെ ഈർപ്പമുള്ള സ്ഥലത്ത് ഫംഗസ് കാരണവും അലർജി ഉണ്ടാവാറുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്നത് ഭക്ഷണം. ഈ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ, അതുപോലെ പെട്ടെന്ന് തന്നെ വീക്കം പോലെ വരും, ഈ കൊതു കടിച്ച പോലെ അല്ലെങ്കിൽ തേനീച്ച കുത്തിയ പോലെ. അതൊക്കെ ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങളും കാണാറുണ്ട്. മെയിനായിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊടി തട്ടുമ്പോഴുള്ള അലർജി മാത്രമാണ്. പിന്നെ പലരും ചോദിക്കുന്നതാണ് ഈ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. അലർജി എന്തുകൊണ്ട് വന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ അലർജി എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടെത്തണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ, ഈ രണ്ടുപേരും ഒരേ പൊടിയോട് നമ്മൾ കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാലും എനിക്കും ആ വ്യക്തിക്കും ഒരേപോലെ അലർജിയോ തുമ്മലോ അല്ലെങ്കിൽ കഫക്കെട്ടോ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ കാരണങ്ങളായിരിക്കും. അപ്പോൾ അതെന്താണ് ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളും കൂടെ ആവുമ്പോഴാണ് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നത്. ഉറക്കം ഒരു മെയിൻ ഫാക്ടറാണ്. നമ്മൾ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് ഏറ്റവും നല്ലത്. ഉറക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്ന ഒരു സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞ പദാർത്ഥമുണ്ട്. ഇത് നിർവീര്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർവീര്യമാവുകയും അത് കാരണം അലർജി ടെൻഡൻസി കുറയുകയും ചെയ്യും. അല്ല, നിങ്ങൾ ഉറക്കപ്പം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവർ, ഉറക്കക്കുറവുള്ളവർ, ഇവരിൽ അലർജി കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് വ്യായാമം. ഡെയിലി ഒരു അരമണിക്കൂർ നിങ്ങളുടെ ബോഡി ഇളകുകയാണെന്നുണ്ടെങ്കിൽ, ഈവൺ ഫാറ്റ് അത് അലിയിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു അലർജി കുറയ്ക്കാൻ കാരണമാവാറുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ അലർജി കൂടുതലുള്ളവർ ഒബേസ് പീപ്പിൾ ആയിരിക്കും. കാരണം അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആൻറ്റിബോഡി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ബോഡി ചീർത്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ അവരിൽ എക്സസൈസ് കൂടി ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു 2-2.5 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. 25 kg വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്നാലും പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. ഒപ്പം എന്ത് കാരണത്താൽ വന്നു എന്ന് കണ്ടെത്തിയിട്ട് എന്താണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഇനി ഇത്രയും ചെയ്തിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. 1 ടീസ്പൂൺ തേന്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞളും എടുത്തതിന് ശേഷം ഇത് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്യുക. ഇത് ദിവസേന
രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലർജി ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. കാരണം എന്താ വെച്ചാൽ മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അത് ശരീരത്തിൽ എന്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ മഞ്ഞളുടെ ആഗിരണം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തേനും നമ്മുടെ ശരീരത്തിലെ അലർജി കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട്. ഇത് ഡെയിലി ഒരു 10-20 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അലർജി ഉള്ളവരിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറ് ഒരു വ്യക്തിയുടെ മൊത്തം നോക്കിയതിന് ശേഷം മാത്രമാണ്. എന്തുകൊണ്ട് വന്നു, ഇത് കാരണം എന്താണ്, എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്, ദിവസേന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ, അല്ല ഇടവിട്ട ദിവസങ്ങളിലാണോ, ഇത് മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സീസണലി ഇതിന് മാറ്റം വരാറുണ്ടോ, ഇപ്പൊ തുമ്മൽ മാത്രമാണോ, അതേ മൂക്കൊലിപ്പുണ്ടോ, കണ്ണു ചൊറിച്ചിലുണ്ടോ, തൊണ്ടവേദന ഉണ്ടോ, തൊണ്ടയ്ക്ക് ചൊറിച്ചിലുണ്ടോ, ചെവിക്ക് ചൊറിച്ചിലുണ്ടോ, ഈവൻ തലയുടെ താരൻ ബുദ്ധിമുട്ടുകൾ, ഇത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മെഡിസിൻ തരിക. ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് രോഗകാരണവും അതുപോലെ തന്നെ മാനസിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാം കണക്കിലെടുത്തതിന് ശേഷം ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ രോഗനിർണയവും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ മരുന്ന് നിർണയവും നൽകിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റ് ഇറക്കുമതി ചെയ്ത പൊട്ടൻസി മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നേരിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല, നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുക്കാം. നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ നേരിട്ട് വിളിക്കുകയും വിളിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് മരുന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പറാണ് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.